നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ ഗോരഖ്പൂർ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന്. വെറുതെ ഒരു സന്ദർശനമല്ല, മറിച്ച് RSSന്റെ മേധാവിയായ മോഹൻ ഭാഗവത്തുമായുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ലക്ഷ്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇരുവരും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് ഇത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനോടൊപ്പം തന്നെ RSSന്റെ വിപുലീകരണം, ഉത്തർപ്രദേശിലെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനാവാതെ പോയത് UP ഉണ്ടായ തിരിച്ചടി മൂലമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സംഘടനകളെ അകറ്റി നിർത്തുന്ന ഒരു നിലപാട് ഉത്തർപ്രദേശിലെ BJP നേതൃത്വം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ രജ്പുത് വിഭാഗങ്ങളൊക്കെയും ഈ വോട്ടെടുപ്പിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവരാവട്ടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. മറ്റൊന്ന്, RSS അനുഭാവമുള്ള 33 നേതാക്കൾ, ഈ 33 നേതാക്കൾക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അവർക്ക് സീറ്റ് ലഭിച്ചതുമില്ല. ഈ 33 ഇടങ്ങളിലും BJPക്ക് തിരിച്ചടി നേരിടുകയും ചെയ്തു. മറ്റൊന്ന്, പട്ടികജാതി സംവരണമാണ്. അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ BJPക്ക് സാധിച്ചില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, അലസതയാണ്. വിജയം തങ്ങൾക്ക് ഉറപ്പാണ്, അതുകൊണ്ട് ഇനി പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ള ഒരു മനോഭാവം ഉത്തർപ്രദേശിലെ മിക്ക നേതാക്കൾക്കും ഉണ്ടായിരുന്നു. ഏകോപനം ഇല്ലായ്മ അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ പ്രവർത്തിച്ചിരുന്നില്ല. ഇത്തരത്തിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറികടന്നുകൊണ്ട് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ BJPയും RSSും ഉത്തർപ്രദേശിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ 9 കേന്ദ്രമന്ത്രിമാരെ ജാതിമത പരിഗണന അനുസരിച്ച് നിയമിച്ചത്. അതായത് നിലവിൽ ഉത്തർപ്രദേശിൽ മോഹൻ ഭാഗവത് തങ്ങുന്നതിന് ചില കാരണങ്ങളുണ്ട്. അദ്ദേഹം അനൌദ്യോഗികമായി തന്നെ സാമുദായിക സംഘടനയുടെ നേതാക്കളെ പോയി കാണുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. മാത്രമല്ല, ജൂൺ 18-ാം തീയതി വാരണാസിയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാർഷിക സമ്മേളനമുണ്ട്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുമുണ്ട്. ആ പരിപാടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥ് 2 ദിവസം മുൻപ് തന്നെ വാരണാസിയിൽ എത്തുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉത്തർപ്രദേശിൽ BJPയും RSSും തമ്മിൽ നിലനിന്നിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. UPയിലും പതിയെ മഞ്ഞുരുകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.